ഹോമിയോ മരുന്ന് കഴിച്ചിട്ടാണ് ശ്വാസകോശത്തിലെ മുറിവ് ഉണങ്ങിയത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വലിയ രീതിയിൽ സൈബർ ഇടങ്ങളിൽ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആളാണ് ഉമ തോമസ് MLA. അവർ പറഞ്ഞത് ചിലപ്പോൾ അവരുടെ തോന്നലായിരിക്കാം, ചിലപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കാം, ചിലപ്പോൾ അത് നുണയായിരിക്കാം, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ. പക്ഷേ അതിൻ്റെ പേരിൽ ഹോമിയോ ട്രീറ്റ്മെൻറ്റിനെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് സൈബർ ഇടങ്ങളിൽ പല ആളുകളും വന്ന് കമൻ്റ് ഇടുന്നത്. ഇതിൻ്റെ ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും ഈ ചികിത്സാ രീതിയെപ്പറ്റി യാതൊരു ധാരണയില്ല. അവർ കരുതുന്നത് ചുമ്മാ വെറുതെ മധുരമുള്ള എന്തെങ്കിലും മുട്ടായി പോലെ എന്തെങ്കിലും ഗുളിക കൊടുക്കുന്നു, അത് അവരുടെ രോഗികളുടെ വിശ്വാസം കൊണ്ട് ഓട്ടോമാറ്റിക് എന്തോ അസുഖം അങ്ങോട്ട് മാറിപ്പോകുന്നു എന്നുള്ള ഒരു ധാരണയിലാണ് പല ആളുകളും വന്ന് കമൻ്റ് എഴുതുന്നത്. ലൈഫിൽ ഒരിക്കൽ പോലും ഹോമിയോയുടെ ചികിത്സ ഉള്ള ആളുകൾ നടത്തിയിരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്കും പാരമ്പര്യമായിട്ടുള്ള പല അസുഖങ്ങൾക്കും ചർമ്മ രോഗങ്ങൾക്കടക്കം നല്ല രീതിയിൽ ക്ലിനിക്കലി പ്രൂവ്ഡായിട്ട് തന്നെ പല അസുഖങ്ങളും പല ഡോക്ടർമാരും മാറ്റിയെടുക്കുന്നുണ്ട്. ഈവൻ തൈറോയിഡിൻ്റെ അസുഖം പോലും, തൈറോയിഡിൻ്റെ മുഴ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഹോമിയോ ചികിത്സയിലൂടെ 5-6 മാസത്തെ ഹോമിയോ ട്രീറ്റ്മെൻറ്റിലൂടെ മുഴ ചെറുതാക്കി അവസാനം ഒരു ഓപ്പറേഷൻ ഇല്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് രോഗം മാറ്റി കൊടുക്കുന്ന ഡോക്ടർമാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ഉണ്ട്. ആയിരക്കണക്കിന് രോഗികളുണ്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും അല്ലെങ്കിൽ ഈ മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ മഞ്ഞപ്പിത്തം ശരിക്കും 10 മുതൽ 14 ദിവസങ്ങൾക്കുള്ളിൽ പരിപൂർണമായിട്ട് ശരീരത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ ആയുർവേദം പോലെ സിദ്ധവൈദ്യം പോലെ ഹോമിയോപ്പതിക്ക് ശേഷിയുണ്ട്, അതിനുള്ള കഴിവുണ്ട്. ഇതൊക്കെ വസ്തുതയാണ്. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്കറിയാം. അലോപ്പതിയെല്ലാം ശരിക്കും മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങൾക്ക് പോയി ചികിത്സിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ചുമ്മാ ടൈമും പോവും, കയ്യിലെ കാശും പോവും, സമയവും പോയി കിട്ടും, വേറെ ഒന്നും നടക്കില്ല എന്ന് കരുതി അസുഖം മാറില്ല എന്നില്ല. പല അസുഖങ്ങൾക്കും ഹോമിയോപ്പതിയിൽ നല്ല സൊല്യൂഷനാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്ന് വെച്ച് നമുക്കിപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത് നമ്മൾ അലോപ്പതി ഡോക്ടറെ അടുത്ത് തന്നെ പോകണം. നമ്മുടെ എല്ലുകൾക്ക് ചതവുണ്ടോ പൊട്ടലുണ്ടോ കാര്യങ്ങൾ നോക്കാനും സർജറി ചെയ്യാനൊക്കെ അലോപ്പതി തന്നെ വേണം എന്നുള്ളത് വസ്തുത എന്നിരിക്കട്ടെ. എന്ന് കരുതി അലോപ്പതി മാത്രമാണ് ശരി, അത് കഴിഞ്ഞാൽ സുനാമിയാണ് എന്നുള്ള ആ ഒരു ചിന്താഗതി ഒഴിവാക്കുക, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കാനും ഹോമിയോപ്പതിയെപ്പറ്റി അറിയാനും പഠിക്കാനൊക്കെ ശ്രമിക്കുക, അതാണ് വേണ്ടത്.